കൊച്ചിയിലെ ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് NCB. പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത്. ഇതിനായി കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കും. എഡിസൺ ബാബു അടക്കമുള്ള പ്രതികളെ 4 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും 2 ആഴ്ചത്തേക്ക് കൂടി കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ എഡിസൺ ബാബു അടക്കമുള്ള പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കാത്തതുകൊണ്ട് ഈ അന്വേഷണം കൂടുതൽ വിപുലീകരിക്കാനോ മറ്റുള്ള കണ്ണികളിലേക്ക് എത്താനോ കഴിയാൻ സാധിക്കാത്ത ഒരവസ്ഥയാണോ NCBക്ക് മുന്നിലുള്ളത്? ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായും ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചില്ലെങ്കിൽ പിന്നീട് സംഭവിക്കുക കേസിൻ്റെ ഒരു അന്വേഷണത്തെ അത് സാരമായി ബാധിക്കുക എന്നത് തന്നെയാണ്. ഈ കേസിലും തുടക്കത്തിൽ തന്നെയും NCBക്ക് ഈ കണ്ടെത്തിയ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇടപാടുകാരിലേക്ക്, ഇടനിലക്കാരിലേക്ക്, ഇതിൻ്റെ മറ്റ് കണ്ണികളിലേക്കെല്ലാം നീങ്ങണമെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നതാണ്. പക്ഷേ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കാര്യമാത്രമായി ഒന്നും തന്നെ ഇവരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനായിട്ട് NCB ഒരുങ്ങുകയും ചെയ്യുന്നത്. അതിൽ മറ്റൊന്നു കൂടിയുണ്ട്. ഈ ഡിയോൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതി, അദ്ദേഹമാണ് ഈ എഡിസൺ ഈ ലോകത്ത് ഈ ലഹരി മരുന്നിൻ്റെ വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെ ലഹരി ഇടപാടുകാരെ അടക്കം ബന്ധപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ എഡിസന് മുൻപ് തന്നെ ഡിയോണാണ് ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇയാളുടെ ഭാര്യ, അവരും ഈ കേസിൽ പ്രതിയാണ്, അവരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരെ ചോദ്യം ചെയ്യാനും NCBക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കാരണം ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ വനിതകളാണെങ്കിൽ വനിതാ ഉദ്യോഗസ്ഥരടക്കമുണ്ടാണ്. പക്ഷേ NCBക്ക് ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ച സമയത്ത് വനിതാ ഉദ്യോഗസ്ഥരടക്കം NCBയുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാക്കാൻ കഴിയാതെ പോയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവരെ കൂടി ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഈ വീണ്ടും കസ്റ്റഡിയിലേക്ക് വാങ്ങാനാണ് ഇപ്പോൾ NCB ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യും. ഈ ഡാർക്ക് നെറ്റ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഏറ്റവും സാങ്കേതികപരമായ കാര്യങ്ങൾ നിർണ്ണയിച്ചിരുന്നത് എഡിസണാണ്. എഡിസനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.